ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഉള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇന്നൊരു വർക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദിവസം തുടങ്ങുന്നത് ഈ ഫ്ലാറ്റിൽ നിന്നാണ്. അപ്പോൾ ലക്ഷ്മി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഇന്നൊരു വർക്കിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം ഒരു വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് വന്ന് കിടന്ന് ഉറങ്ങിയത്. എന്നിട്ട് വെളുപ്പിന് ഒരു 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഒത്തിരി രാവിലെ ആയതുകൊണ്ടൊന്നും കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒരു കടുങ്കാപ്പി ഇട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയായിരുന്നു വർക്ക്. അതുകൊണ്ട് തന്നെ ചേട്ടായി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അടുത്തൊക്കെ വർക്കുള്ള സമയത്ത് ചേട്ടായി കൊണ്ടുപോകും കേട്ടോ. ഏറ്റവും പാടി ഈ പെട്ടി ചുമക്കാനാണ്. ഈ പെട്ടി ചുമന്നുകൊണ്ട് ഓരോ സ്ഥലത്ത് കയറി ഇറങ്ങാൻ നല്ല പാടാണ്. അതുകൊണ്ട് പിന്നെ അടുത്തൊക്കെ വർക്കുള്ളപ്പം ഞങ്ങൾ ഒരുമിച്ച് പോകും കേട്ടോ. അപ്പം 4 മണി സമയം ആയതുകൊണ്ട് റൊട്ടൊന്നും ആളെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ഉണ്ട് കേട്ടോ. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതാണ്. വിചാരിച്ച പോലെ തന്നെ ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് തൂളി നിന്നു, അത് കഴിഞ്ഞ് നല്ലോണം പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അഞ്ജലിയുടെ എൻഗേജ്മെൻറ്റ് ഡേ ആയിരുന്നു കേട്ടോ. ആളുടെ ഔട്ട്ഫിറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾക്ക് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ജലിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രിഫറൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. അപ്പോൾ ഈ മേക്കപ്പ് ഞാൻ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഫേസിൽ ചെറിയ പിഗ്മെൻറ്റേഷനും പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ലക്ഷ്മി ബാക്കിൽ നിന്ന് കേൾസൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഹെയർ സ്റ്റൈലും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് അഞ്ജലിയുടെ ഫൈനൽ ലുക്ക്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ആൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വെഡ്ഡിങ്ങും അതുകൊണ്ട് നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മീനെ നമ്മൾ ബസ്സൊക്കെ കയറ്റി വിട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുറേ ദിവസം കൂടിയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 5-6 മാസമായിട്ട് ആരും തന്നെ താമസം ഉണ്ടായിരുന്നില്ല. അമ്മയില്ല, അനിയത്തിയില്ല, അനിൽ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട് മൊത്തം ശൂന്യമായി കിടക്കുമായിരുന്നു. ഇപ്പം അമ്മയൊക്കെ വന്നിട്ട് 1 വീക്കായിട്ട് അത് ക്ലീൻ ചെയ്ത് അവിടെ താമസം തുടങ്ങിയിട്ടുണ്ട്. ആൾതാമസം ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു സാധനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അമ്മയൊക്കെ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്നാലും ഇനിയും കുറേ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ചീത്തയായി. അപ്പം ഞങ്ങൾ പിന്നെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഓൾറെഡി ഫ്ലാറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലില്ലാതിരുന്ന സാധനം അമ്മയോട് വിളിച്ച് ചോദിച്ച് ബാക്കിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടോ. അപ്പോൾ ഒരു ദിവസം നിന്നിട്ട് പോകാൻ വന്നതുകൊണ്ട് ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്തോണ്ടാട്ടോ ഞങ്ങൾ വന്നത്. പണ്ട് മുതലേ എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഈ ഒരു കയറ്റം കയറുന്ന കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഒരു കുത്തനെ ഇറക്കമായിരുന്നു. അതായത് നേരെ കുത്തനെയായിരുന്നു. ഇതൊക്കെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് ഓടിക്കേറിയ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു തുള്ളി നടക്കാൻ വയ്യ. പകുതി എത്തിയപ്പോൾ തന്നെ ഞാൻ പറയാൻ തുടങ്ങി എനിക്ക് മടുത്തു വീട്ടിൽ പോകാന്ന്. അന്ന് ഞാൻ ഇത്രയൊക്കെ നടക്കുമായിരുന്നു എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം കുറച്ച് ദൂരമുള്ളെങ്കിലും ഭയങ്കര ദൂരമായിട്ടാട്ടോ തോന്നുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ആട്ടിൻകുഞ്ഞിനെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കണ്ണ് കാണാൻ. കണ്ണിൻ്റെ അവിടെ മാത്രം ഡാർക്ക് കളറ്. അത് 2 കണ്ണിലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളുടെ വീട്ടിലും കുറേ ആട്ടിൻകുട്ടി പണ്ടുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് ആടുകളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞിനെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അതിനോട് കുറേ വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിയൊക്കെ ആകെ നശിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിന് മുകളിലത്തെ റബ്ബർ തോട്ടം ഫുള്ള് വെട്ടാട്ടോ. അപ്പോൾ അത് കാരണം ആ ഒരു വഴി കൂടെ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വഴിയൊക്കെ ചെളിയായതാട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ കാടിനുള്ളിൽ വാടക വീട് എടുക്കുമ്പോൾ പേടി തോന്നാറില്ലേന്ന്. ഈ ഒരു കാട്ടിൽ നിന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചിങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ള സ്ഥലമൊന്നും കാണുമ്പോൾ ഒരു പേടിയും തോന്നാറില്ല കേട്ടോ. ഇവിടെയാണ് ഞാൻ 10-20 വർഷം ജീവിച്ചത്. ഇതിപ്പം കുറച്ച് തെളിഞ്ഞതാണെന്ന് വേണം പറയാൻ. ഞങ്ങൾ താമസിക്കുമ്പോൾ ഒന്നും കറണ്ടില്ലാത്ത കുറേ വർഷം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഇത് ഫുള്ള് കാടായിരുന്നു. വെട്ടവേ ഇല്ല. ഫ്രണ്ടിലത്തെ റബ്ബർ തോട്ടം വെട്ടിയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് ലൈറ്റ് വന്നത്. താമസമില്ലാതെ അനാഥമായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് മൊത്തം അലമ്പായി കിടക്കുക കേട്ടോ. അമ്മ വന്നിട്ടാണ് ഫുള്ള് ഇപ്പോൾ വൃത്തിയാക്കിയത്. മുഴുവൻ കാട് പിടിച്ച് കിടക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ വരുന്ന വഴിക്ക് ഒരു ചേച്ചി തന്നുവിട്ട പലഹാരം ആട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കൈ നിറയെ പലഹാരം നിന്നാണ് വിട്ടത്. അപ്പോൾ ചേച്ചിനെ ഞാൻ വളകാപ്പിന് ഒരുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് വർക്കിന് പോയ സമയത്ത് ഞാൻ എൻ്റെ കുട മറന്നു വെച്ചിട്ടാട്ടോ വന്നത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ചേച്ചി കൈ നിറയെ പലഹാരമൊക്കെ സ്നേഹത്തോടെ തന്നാണ് വിട്ടത്. ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ചേച്ചിയുടെ വളകാപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ആളും തിരക്കായി പോയി. അപ്പോൾ അന്ന് എനിക്കൊന്നും തരാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ രണ്ടാമത് ഞാൻ ചെന്നപ്പോഴത്തേക്കും ചേച്ചി എനിക്ക് തന്നു വിട്ടതാട്ടോ. അപ്പോൾ വന്ന പാടെ ഞാൻ എല്ലാം കൂടി ഒരു പാത്രത്തിലെടുത്ത് വെച്ചു. അപ്പോൾ അമ്മയും ചേട്ടയും ജിലേബി എടുത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അവർക്ക് 2 പേർക്കും ജിലേബി ഇഷ്ടമാട്ടോ. എനിക്കിഷ്ടമല്ല. അപ്പം ഞാൻ പറയായിരുന്നു പണ്ട് അമ്മ ഞങ്ങൾക്ക് ജിലേബി ഉണ്ടാക്കി തന്നപ്പം അത് ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ തന്നെ ചെകിടിച്ച് പോയി. അതിനുശേഷമാണ് എനിക്ക് ജിലേബി ഇഷ്ടമല്ലാത്തത്. അതുവരെ ജിലേബി ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്രയും മധുരം ഇഷ്ടമുള്ള എനിക്ക് ജിലേബി മാത്രം ഇഷ്ടമല്ല, വേറെ മധുരമുള്ളതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അമ്മ പറയായിരുന്നു ഞങ്ങൾ ആർത്തി മൂത്ത് ഉണ്ടാക്കി വെച്ച പാടെ അങ്ങ് എടുത്ത് കഴിച്ചു. നല്ല പഞ്ചസാര പാനിയിൽ മുക്കിയ ചൂട് ജിലേബി
ജിലേബി എടുത്ത് കഴിച്ചത് കാരണം അന്ന് എൻ്റെ തലയ്ക്ക് പിടിച്ചതാട്ടോ. അപ്പോൾ അമ്മ അതിരുന്ന് ചേട്ടായോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങ് വലത് കാല് വെച്ച് കയറുമ്പോൾ തുടങ്ങി ഇവർ രണ്ടുപേരും ഇങ്ങനെ ആട്ടോ ഫുൾ ടൈം എന്നെ ട്രോളൽ, പഴയ എൻ്റെ ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കില്ല. അപ്പം ഞാൻ അമ്മയോട് എപ്പോഴും പറയും കേട്ടോ, ശരിക്കും നിങ്ങൾ എൻ്റെ അമ്മയാണോ? ഇവിടെ വന്ന് കയറുമ്പോൾ തുടങ്ങി അമ്മായിയും വരുമ്പോഴും ഇങ്ങനെയാണ് ഫുൾ ടൈം എൻ്റെ പഴയ കഥകൾ കുത്തിപ്പൊക്കും, അല്ലെങ്കിൽ വാ തുറന്നാൽ രണ്ടും എന്നെ ട്രോളും. ഇത് തന്നെയാണ് ഇവരുടെ ഫുൾ ടൈം പരിപാടി. എന്നെ കണ്ടു കഴിയുമ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 10 പറയണം. പിന്നെ എനിക്കിതൊരു ശീലമായിട്ട് പണ്ട് മുതലേ കേട്ട് എൻ്റെ കാതിപ്പോൾ തഴമ്പിച്ചും. അതുകൊണ്ട് ആരെന്നെ ട്രോൾ ചെയ്യാനും എനിക്കൊരു പുത്തരിയല്ല. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞു നിന്നുകൊണ്ടിരുന്ന സമയത്ത് അമ്മ ദേ ചായ ഇട്ട് തരുന്നുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ 2-3 ദിവസത്തെ ഉറക്കക്ഷീണവും വർക്കിൻ്റെ ക്ഷീണമൊക്കെ ആയിരുന്നതുകൊണ്ട് ചായ ഇട്ടപ്പോൾ ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ല. അങ്ങനെ ചായയും കുടിച്ചിട്ട് ഡ്രസ്സ് മാറി വന്നിട്ട് ഞാൻ പിന്നെ അമ്മയുടെ കൂടെ കുറച്ച് പണിക്ക് കൂടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ദേ അമ്മ ഇവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വന്നപ്പോൾ തൈര് മേടിച്ചോണ്ടാട്ടോ വന്നത്. അപ്പോൾ തൈര് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ റോസ്റ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് സവോള അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും എല്ലാവരും ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള റീസൺ അച്ഛനാണ് കേട്ടോ. അച്ഛന് കുറച്ച് വയ്യാണ്ടായി. അപ്പം ആൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വീഡിയോയിൽ അച്ഛനെവിടെയെന്ന്. ഇടയ്ക്ക് ആൾ ഞങ്ങളുടെ കൂടെ വന്ന് ഇവിടെ താമസിക്കും, ഇടയ്ക്ക് ആൾ തിരിച്ച് അച്ഛൻ്റെ സ്ഥലത്തേക്ക് പോകും. അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. കാരണം ഞങ്ങളെല്ലാവരും ഓരോ വഴിക്കും വർക്കിനൊക്കെ ആയിട്ട് പോകുമ്പോൾ ആൾ പറയാണ്ട് പോകും കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും തിരിച്ച് വരുന്നത്. അങ്ങനെ ഇപ്പോൾ കുറച്ച് വയ്യാണ്ടൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചിവിടെ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വന്നത്. അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുമായിരുന്നു. അപ്പോൾ അമ്മ ഇപ്പോൾ ഇവിടെ ഒരു ജോലി അന്വേഷിച്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അനിയനും വെക്കേഷൻ ആയതുകൊണ്ട് അനിയനും നാട്ടിലുണ്ട്. പക്ഷെ അവൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ ചെന്ന സമയത്ത്. അപ്പോൾ അവൻ ഇനി കുറച്ച് നാൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഫുള്ള് റബ്ബർ തോട്ടമായിരുന്നു കേട്ടോ. റബ്ബർ തോട്ടവും പാറയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു റബ്ബറൊക്കെ ഫുള്ള് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ലുക്കായി. ഇപ്പോഴാണ് എനിക്ക് നല്ല ഇഷ്ടമായത്. ഇത്ര നാൾ ഒട്ടും തന്നെ വെട്ടുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര കാട് പിടിച്ച പോലെയായിരുന്നു. ഞങ്ങൾ പിന്നെ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമാണ് കേട്ടോ. പിന്നെ ഈ നമ്മുടെ കിണറിൽ മേളിൽ വരെ വെള്ളമുണ്ട്. വലയൊക്കെ പോയി കേട്ടോ. ഇനിയൊക്കെ വലയൊക്കെ പതുക്കെ മാറിയിടണം. നമ്മളിങ്ങോട്ടേക്ക് ഇത്ര നാളും താമസം ഇല്ലാതിരുന്നത് കൊണ്ട് മൊത്തം പോയി. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ടെന്നല്ലാതെ അങ്ങനെ വന്ന് നിൽക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അനിയൻ പഠിക്കുന്നതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ അവനായിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ഇനിയും 2 വർഷത്തെ കോഴ്സ് ഉള്ളതുകൊണ്ട് അവൻ അങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പുറത്ത് പോയേക്കുമായിരുന്നു. ആളങ്ങനെ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ ഒന്ന് മുറ്റടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഒരു മഴക്കാറായി തുടങ്ങിയായിരുന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിക്കാൻ നല്ല പാടായതുകൊണ്ട് ഞാൻ അതിന് മുന്നേ അങ്ങ് അടിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ മുഴുവൻ പുല്ല് പിടിച്ച് കാടായി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടാണ് ഇത് മുഴുവൻ പുല്ല് പറിച്ചത്. അച്ഛൻ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഫുള്ള് ക്ലീനാക്കി. ഞാനും ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വിസിറ്റിന് വന്നായിരുന്നു. പക്ഷേ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് വന്ന് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് ക്ലീനിങ്ങിനൊക്കെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ പുല്ലൊക്കെ ഓൾറെഡി പറിച്ചിട്ടിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുറ്റമൊക്കെ നടിച്ചിട്ടാൽ മതിയായിരുന്നു. ഇനി കുറച്ച് ദിവസം എടുത്ത് വേണം എല്ലാം ശരിയാക്കാൻ. അപ്പോൾ ഫ്രണ്ടിൽ ടാങ്കിൽ വെള്ളമൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന സമയത്ത് പൈപ്പൊക്കെ പൊട്ടിക്കിടക്കുമായിരുന്നു. അത് കാരണം ടാങ്കിലാണ് ഫ്രണ്ടിൽ വെള്ളം പിടിച്ച് വെച്ചത്. പിന്നെ നമ്മൾ പുറകിലത്തെ ഷെഡൊക്കെ പൊട്ടിപ്പോയതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഇപ്പോൾ എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി പതുക്കെ വേണം എല്ലാം റെഡിയാക്കാൻ. കുഞ്ഞുപുല്ല് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പറിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും മഴ തൂളാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ കുറച്ച് പറിച്ചിട്ട് പിന്നെ ബാക്കി അടിച്ച് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് മുറ്റമൊക്കെ അടിച്ചാൽ മാത്രമേ ഇത് വൃത്തിയാവുള്ളൂ. പുറകിൽ നമ്മുടെ തേക്കിൻ്റെ ശിഖരമൊക്കെ വെട്ടിയതുകൊണ്ട് പുറകിൽ ഫുള്ള് തേക്കിൻ്റെ ഇല കേട്ടോ. ഇത് മുഴുവൻ തേക്കിൻ്റെ ഇല, ആ ഒരു വെട്ടിയ ഇല കൊഴിഞ്ഞ് വീണതാണ്. നമ്മുടെ ഷെഡൊക്കെ ഓൾറെഡി പൊട്ടിയായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു. മഴയൊക്കെ വന്ന സമയത്ത് അതിലെ ടിൻ ഷീറ്റ് മുഴുവൻ പോയി കേട്ടോ. കുറേ വെള്ളം വീണ് അങ്ങനെ മേൽഭാഗം പോയി. ഇപ്പം ആ ഒരു താഴ്ഭാഗം മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ ടിൻ ഷീറ്റ് ഇട്ടൊക്കെ ശരിയാക്കണം. അതുപോലെ റൂം എക്സ്ട്രാ എടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പം ആരും നോക്കാനില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം അനിയൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനിയൊന്ന് പതുക്കെ ശരിയാക്കാനായിട്ട്. പുറകിൽ പിന്നെ അധികം പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പുല്ലമ്മ ഓൾറെഡി പറിച്ചതുകൊണ്ട് വൃത്തിയായിട്ടാണ് കിടന്നിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന കുഞ്ഞു പുല്ലൊക്കെ ഞാൻ പിന്നെ അടിക്കുന്ന കൂട്ടത്തിലേ അങ്ങ് പറിച്ച് വിട്ടു കേട്ടോ. പ്രാവശ്യം പിന്നെ ഇങ്ങനെ കിടക്കത്തുള്ളൂ. നമ്മുടെ ഇങ്ങനെ ഈ മലമ്പ്രദേശം പോലെ ആയതുകൊണ്ട് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഇവിടെ എപ്പോഴും പുല്ലും കാടും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഡെയിലി താമസിച്ച് വൃത്തിയാക്കണം കേട്ടോ. വല്ലപ്പോഴും വന്ന് വൃത്തിയാക്കുമ്പം എത്ര തവണ അടിച്ചിട്ടാലും പിന്നെ വരുമ്പോഴും അതേ കോലത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന കുറച്ച് ചപ്പക്ക അടിച്ചതേ കൂട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ മുറ്റടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. കുറേ നേരം ഇവിടെ കറണ്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ വെറുതെ ഇരുന്ന് എല്ലാവരും വർത്തനൊക്കെ പറയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്ന് സീരീസ് കാണുന്നുണ്ട്. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കൊറിയൻ സീരീസ് കാണും കേട്ടോ. ഇപ്പോൾ രണ്ടാളും ഫുൾ ടൈം അതാണ് പരിപാടി. എന്നെ പോലെ തന്നെ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾക്ക് പിന്നെ അങ്ങനെ വലിയ റൊമാൻറ്റിക് സീരീസിനോട്
അങ്ങനത്തിനോടൊന്നും ഇഷ്ടമല്ല. എന്തെങ്കിലും ഫാൻറ്റസി, ഫൈറ്റ് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഫാൻറ്റസി വിത്ത് റൊമാൻസ് അങ്ങനെയൊക്കെയാണ്. അങ്ങനത്തെ തന്നെ ഞാൻ തപ്പി പിടിച്ചിരുന്ന് കാണും. അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരെണ്ണമായിട്ടിരുന്ന് കാണുന്നത്. ഹോട്ടൽ ഡെലൂണ എന്ന് പറഞ്ഞൊരു സീരീസാണ്. നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഫസ്റ്റ് പരിപാടി തന്നെ അച്ഛനെ കയറ്റി വിടുക എന്നുള്ളതാണ്. ആൾക്ക് അവിടെ വെച്ചിട്ട് കയറാൻ പാടാണ് കേട്ടോ. അത് നേരത്തെ തുടങ്ങി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കയറ്റി എങ്ങനെ ഇറക്കിക്കൊണ്ട് വന്നാൽ മതി. അപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് കയറ്റി വിട്ടു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയം ആൾ വിളിക്കും. അപ്പം നമ്മൾ പോയിട്ട് ഇറക്കിക്കൊണ്ട് വന്നാൽ മതി. അപ്പം രാവിലെ അനിയനില്ലാത്തതുകൊണ്ട് ചേട്ടായി പോയിട്ട് കയറ്റി വിടാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ ഉറക്കത്തീന്നാണ് അച്ഛൻ വിളിച്ചത്. അപ്പോഴത്തേക്ക് എന്നെയും കൂടെ ചെല്ലാൻ പറഞ്ഞ് വിളിച്ച്. അപ്പം പിന്നെ എന്തായാലും അവിടം വരെ പോയിട്ട് ഒരുമിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങോട്ടേക്ക് ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ നിന്നൊരു 5 മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക്. 5 മിനിറ്റ് അല്ല, അതിൽ കൂടുതലുണ്ട്. അപ്പം ഇപ്പോൾ വഴിയും കൂടെ മോശമായതുകൊണ്ട് ഭയങ്കര പാടാണ്. മഴ പെയ്യുന്നതുകൊണ്ടാട്ടോ ഫുള്ള് ചെളിയും വെള്ളമൊക്കെയാണ്. നമ്മുടെ അങ്ങോട്ടേക്ക് പിന്നെ റോഡൊന്നും ഇല്ല. ഇവിടെ കുറച്ച് ഇപ്പുറത്തും കൊണ്ട് റോഡ് അങ്ങ് തീരും. ഇത് കോൺക്രീറ്റ് റോഡാട്ടോ. അപ്പോൾ അവിടെ വരെ വണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി വരില്ല. നമ്മളവിടെ ആകെ 2 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ നമുക്ക് വഴിയൊന്നും ഇല്ല. ഇനിയിപ്പം കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞാൽ വരുമെന്ന് വിശ്വസിക്കാം. ഇതുവരെ നമുക്ക് വഴിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ 1-2 വീടുകളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കുറച്ച് വീടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ആവും. എന്നാലും നമ്മുടെ തൊട്ടടുത്ത് ഒരേ ഒരു വീട് മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറെ നെയ്ബേഴ്സൊന്നും ഇല്ല. അതുകൊണ്ടാട്ടോ പണ്ട് മുതലേ ഞങ്ങളിങ്ങനെ വീടൊന്നും ഇല്ലെങ്കിലും ഒട്ടും പ്രശ്നമില്ലാത്തത്. കാരണം വീടേ ഇല്ലാത്ത സ്ഥലത്താണ് ഞങ്ങളിങ്ങനെ താമസിച്ച് ശീലിച്ചത്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഞാൻ പിന്നെ കാപ്പി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മയ്ക്കും ടൗണിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ പാടായതുകൊണ്ട് ഞാൻ പിന്നെ പറ്റുന്ന പണിയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം പാത്രം കഴുകുമ്പോൾ കുറച്ച് പാടാണ്. നല്ലോണം കുനിഞ്ഞ് നിന്നിട്ട് വേണം കഴുകാൻ. ആ പൈപ്പ് വെച്ചത് കുറച്ച് ശരിയായിട്ടില്ല കേട്ടോ. ഇനി പൈപ്പൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കൊടുത്തു. അമ്മ വന്നപ്പോൾ നല്ല പാടായിരുന്നു. ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു. കാരണം ഉപയോഗിക്കാതിരുന്നതായതുകൊണ്ട് എല്ലാ പാത്രവും കഴുകി വേണമായിരുന്നു ഉപയോഗിക്കാൻ. പിന്നെ പുതിയ ഗ്യാസും കുറച്ച് പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങി. ഇതൊക്കെ പുതിയ പാത്രമാട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കാപ്പിപ്പൊടിയൊക്കെ എടുത്തോണ്ടാട്ടോ വന്നത്. രാവിലെ കാപ്പി പിടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് അവിടുത്തെ കാപ്പിപ്പൊടി എടുത്തുകൊണ്ട് വന്നു. ഇവിടെ എല്ലാവരും ചായയുടെ ആൾക്കാരാട്ടോ. പക്ഷെ ഞാൻ അവിടേക്ക് പോയതിന് ശേഷം കാപ്പിയുടെ ആളാണ്. അവിടെ അമ്മയ്ക്കാണെങ്കിലും പപ്പായ്ക്കാണെങ്കിലും ചേട്ടായിക്കാണെങ്കിലും എല്ലാവർക്കും കാപ്പി വേണം. അങ്ങനെ കുടിച്ച് ഞാനും പിന്നെ അങ്ങ് അഡിക്റ്റായി. എന്നും രാവിലെ ആയതുകൊണ്ട് കുറച്ച് കടുങ്കാപ്പി കിട്ടിയില്ലെങ്കിൽ ഒരു സുഖമില്ല. അത് നാടൻ കാപ്പിപ്പൊടി ആട്ടോ. അല്ലാത്ത ബ്രൂ ഒന്നും അങ്ങനെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. നാടൻ കാപ്പിപ്പൊടി മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ ഏറെക്കുറേ പാത്രം കഴുകും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം അമ്മയും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട്. അമ്മ ഇപ്പോൾ ഒരാഴ്ചയോളം ജോലിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഫുള്ള് ക്ലീനിങ്ങും പരിപാടിയും ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു. ഇപ്പം എല്ലാം വൃത്തിയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ടോ. ഇനി റൂമിൽ അവിടെ ആയിട്ട് ചെറിയ ചോർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പെയിൻ്റൊക്കെ അടിക്കണം. അതൊക്കെ ഇനി പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാനും പാടാണ്. ചെയ്തിട്ടിട്ട് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോവുകയും ചെയ്യും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് താമസമായിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടു. അപ്പോൾ 1-2 സാധനങ്ങൾ അമ്മ തന്നു. അപ്പോൾ അതൊക്കെ എടുത്തോണ്ടായിട്ട് പോകുന്നത്. ഈ ചെടി ഞാൻ കുറേ കാലം മുമ്പ് ഇവിടെ കൊണ്ട് വെച്ചതാണ്. ഇപ്പോൾ ഇവിടെ ചെടിയൊന്നും പിടിക്കുന്നില്ലാത്തതുകൊണ്ട് അത് ഞാൻ പിന്നെ തിരിച്ച് ഇങ്ങോട്ടൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോകുന്നു. കാരണം ആരും നോക്കാനില്ലാത്തതുകൊണ്ട് ഇവിടെ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ കുറച്ച് മാവും കാര്യങ്ങളൊക്കെ അമ്മ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിയാണ്. നേരത്തെ ഇവിടെയൊക്കെ റബ്ബർ തോട്ടമായിരുന്നു. ഇപ്പോൾ കുറേ കൈതയൊക്കെ വന്നു. അപ്പോൾ അമ്മയും ടൗണിലേക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അമ്മേനെയും രാമപുരത്ത് ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ പാലായിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒന്നും തന്നെ ഉണ്ടാക്കില്ല കേട്ടോ. അമ്മയും പുറത്തേക്ക് പോകുമായിരുന്നു. ഞങ്ങളും പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അച്ഛൻ പിന്നെ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേനേ വരത്തുള്ളൂ. അപ്പോൾ ആളും അങ്ങനെ വീട്ടിൽ നിന്നും രാവിലെ കഴിക്കില്ല, പുറത്തുനിന്നാട്ടോ കഴിക്കുന്നേ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡും കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പാലായിലുള്ള ഹൈദി സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ചേട്ടയുടെ ചേച്ചി നിൽക്കുന്നത്. അപ്പം ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ഫ്ലാറ്റിലേക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു, വീട്ടിലേക്കും വാങ്ങണമായിരുന്നു. അപ്പോൾ എല്ലാം ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. അപ്പം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ പാത്രക്കടയിൽ പോയിട്ടോ. അപ്പോൾ ഒരു കുക്കർ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ കുക്കർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെല്ലുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഒരെണ്ണം എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ കുക്കർ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറേ എണ്ണത്തിൻ്റെ അടപ്പ് ലൂസായി പോയി. അതിൻ്റെ വാഷറൊക്കെ പോയതുകൊണ്ട് അതിപ്പോൾ ഒന്നും വേണ്ട. അവിടെ ഇപ്പോൾ പുതിയ കുക്കർ വാങ്ങി. അപ്പോൾ പിന്നെ അത് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിയപ്പോൾ നല്ലോണം വിലക്കുറവിൽ കിട്ടിയിട്ടോ. പിന്നെ പാത്രമാണെങ്കിലും തൂക്കി അവർ
വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുക്കർ വാങ്ങി. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വർക്കും കുറേ ദിവസത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടാട്ടോ വീട്ടിലെത്തുന്നത്. അടുപ്പിച്ച് വർക്കുള്ള സമയത്ത് ഫ്ലാറ്റിലായിരിക്കും കേട്ടോ, കൂടെ അസിസ്റ്റൻറ്റും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് പോയി വരും കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെളുപ്പിനൊക്കെ പോകേണ്ടതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ നല്ല പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നാട്ടോ പോകുന്നത്. അങ്ങനെ വർക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അതേ ശ്രീകുട്ടന് കഴിക്കാനൊക്കെ വാങ്ങിച്ചുകൊണ്ടാട്ടോ വന്നേ. ഇപ്പം ഞാൻ പിന്നെ അവൻ അങ്ങനെ അധികം മുട്ടായും ജ്യൂസ് അങ്ങനെയൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ. ജ്യൂസേ ഒട്ടും വാങ്ങിച്ചു കൊടുക്കാറില്ല. ഏടായിട്ട് ന്യൂസിലൊക്കെ കാണുന്നുണ്ട് പിള്ളേർക്ക് അങ്ങനെ ജ്യൂസൊന്നും വാങ്ങിച്ചു കൊടുക്കുന്ന കൊള്ളത്തില്ലാന്ന്. അപ്പോൾ ഞാൻ വീട്ടിലും എല്ലാവരുടെ അടുത്തും പറയും ജ്യൂസൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ അവന് കുറച്ച് ആപ്പിൾ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് പപ്പടബോളിയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല. മിഠായിയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയാണ് ആൾ തുറന്നത്. അതുകൊണ്ടാണ് മുഖമൊക്കെ ഒരുമാതിരി വാടിയിരിക്കുന്നത്. എന്നാലും ഇപ്പം ഞാനങ്ങനെ അധികം ചോക്ലേറ്റ്സ് വാങ്ങിച്ച് കൊടുക്കാറില്ല. അപ്പോൾ അമ്മ അത് അപ്പം തന്നെ തൊലി കളഞ്ഞ് അവന് ചെത്തിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിരുന്ന് ആപ്പിൾ കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, വർത്താനൊക്കെ പറഞ്ഞിരുന്ന് എങ്ങനെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ട് അവരതങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യും. പിന്നെ ഞങ്ങൾ റൂമിൽ പോയിരുന്ന് കളിയും ചിരിയും വർത്താനൊക്കെ ആയിരുന്നു. ശ്രീകുട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാൻ നല്ല രസമാട്ടോ. പണ്ടവൻ അധികം സംസാരിക്കത്തേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എൻ്റെ കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ കുറേ വർത്താനം പറയും. അപ്പോൾ അവനെ ഞാൻ എൻ്റെ കൊറിയൻ സീരീസിൽ കണ്ട ഹാർട്ടൊക്കെ വെക്കാൻ പഠിപ്പിക്കുന്നതാണ്. അതിലിങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെക്കും. ഇവനിങ്ങനെ ഓരോന്നൊക്കെ പഠിപ്പിച്ച് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ പോയിട്ട് ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അവനും വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. കുറേ ദിവസം കൂടിയുള്ള വീഡിയോ ആണ്, വർക്കിൻ്റെ തിരക്കൊക്കെ ആയി പോയതുകൊണ്ടാട്ടോ. അപ്പം ഇനി എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ഡിയേഴ്സ്.